UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ യാത്ര സൗജന്യമായിരിക്കും. KSRTCയിൽ സ്ത്രീകൾക്ക് യാത്ര ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ദീർഘവീക്ഷണം ഇല്ലാത്തൊരു പദ്ധതിയായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. ഈ ഒരു പ്രസ്ഥാനം എങ്ങനെ മുന്നോട്ട് പോവുക? ഒരു ദിവസം KSRTC റൺ ചെയ്യണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവാണ്. എത്രയോ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം, ഡീസൽ അടിക്കണം, വണ്ടി മെയിൻ്റെനൻസ് വന്നാൽ അതിനുള്ള ചിലവ്, ഇനി പുതിയ ബസ് വാങ്ങേണ്ടി വന്നാൽ അതിനുള്ള ചിലവ്. അപ്പോൾ ഇതിനൊക്കെ പൈസ വേണം. ഇതൊക്കെ ഇതിന് ടിക്കറ്റ് എടുക്കുന്ന പൈസയിൽ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാതെ നമ്മുടെ ടാക്സിൽ നിന്ന് എടുക്കുന്ന പൈസയും ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ സ്ത്രീകൾക്ക് ഫ്രീ ആക്കി കഴിഞ്ഞാൽ കൂടുതൽ സ്ത്രീകൾ KSRTC കയറും. ഇപ്പോൾ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നവർ, കാറിൽ യാത്ര ചെയ്യുന്നവർ, ഇവരൊക്കെ ഫ്രീ യാത്ര എന്ന് പറയുമ്പോൾ മിസ് ചെയ്യില്ല. അപ്പോൾ സ്ത്രീകളുടെ തിരക്ക് കൂടിക്കഴിഞ്ഞാൽ പുരുഷന്മാർ KSRTCയിൽ തിരക്കാന്ന് പറഞ്ഞ് കയറാതെയാവും. പിന്നെ മിച്ചമുള്ള കുറച്ച് പുരുഷന്മാരുണ്ടാവും യാത്ര ചെയ്യുന്നവർ. അവരുടെ ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ച് അവരും കയറാതെയല്ലേ ആവുള്ളൂ. ഇവർക്ക് ഈ പ്രസ്ഥാനം എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ? അപ്പോൾ ഈ അധിക ചെലവ് വരുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ തലയിൽ തന്നെയാണ് ഇട്ട് തരുള്ളൂ, മറ്റേതെങ്കിലും രൂപത്തിൽ. അല്ലാതെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ചെയ്യുന്നുണ്ട്, കർണാടകയിൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ വിചാരം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കുറേ പൈസൻ്റെ ആയിട്ട് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണെന്നാണ്. അല്ല, അത് അവിടുത്തെ ജനങ്ങളുടെ ടാക്സിൽ നിന്ന് എടുക്കുന്ന പൈസയാണ്. ജനങ്ങളുടെ ചുമലിൻ്റെ ഭാരം കൂടുകയാണ്. മറ്റേതെങ്കിലും തരത്തിൽ ഇത് പിഴിഞ്ഞെടുക്കും. ഇവിടുത്തെ ആളുകൾ, സാധാരണ ആളുകൾക്ക് ബസ് ടിക്കറ്റ് വാങ്ങിക്കാനുള്ള കാശ് പോലും ഇല്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇവിടെ തൊഴിലവസരങ്ങൾ കൂട്ടുകയല്ലേ വേണ്ടത്, സമ്പാദിക്കാനുള്ള സാധ്യത കൂട്ടി കൊടുക്കുകയല്ലേ വേണ്ടത്. ബസ്സിൻ്റെ ടിക്കറ്റ് ഞങ്ങൾ എടുക്കാന്നേ, നിങ്ങൾ എന്തിനാണ് ബസ്സിൻ്റെ ടിക്കറ്റ് ഫ്രീ ആക്കി തരുന്നത്? നമ്മളെന്താ അത്രയും ദാരിദ്ര്യം പിടിച്ച ജനങ്ങളൊന്നുമല്ല. ഇനി ഈ പദ്ധതിയിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഓക്കെയാണ്, ഒന്നും വേണ്ട. സ്ത്രീകൾക്ക് നിങ്ങൾ ഫ്രീ ആക്കുന്നതിനും നല്ലതാണ് ഈ അംഗവൈകല്യമുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള അവസരം, അതിൽ സ്ത്രീ പുരുഷനൊന്നുമില്ല, അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കട്ടെ. ഈ വരുന്ന അധിക ചിലവ് നമ്മുടെ തലയിൽ തന്നെയാണ് വരുള്ളൂ. ഇതാരും ചിന്തിക്കുന്നില്ല. എല്ലാവർക്കും ഫ്രീ എന്ന് പറയുമ്പോൾ ഓടണം. ഒരു സാധനം ഫ്രീ ആണെന്ന് പറഞ്ഞാൽ അത് ഫ്രീ അല്ല, മറ്റൊരു രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പിഴിയാൻ വേണ്ടി തന്നെയാണ് ഇവർ ചെയ്യുന്നത്.